സന്യാസാശ്രമധർമ്മവിധാത്രീ ബ്രഹ്മജ്ഞാനസുധാരസദാത്രീ സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം. ഈ KNSSന്റെ കുടുംബ കൂട്ട് എന്ന പരിപാടിയിൽ അല്പസമയം ആത്മീയമായ ചില വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുവാനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. ഇവിടെ KNSSന്റെ കർണാടക NSSന്റെ നേതാക്കന്മാരെല്ലാം മുൻനിരയിലിരിക്കുന്നുണ്ട്. അവർക്ക് അല്പം കഴിഞ്ഞ് പോകേണ്ടതുണ്ട്. അതിനിടയ്ക്ക് പരിപാടിയുടെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് അവരെ കൂടെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമാക്കിയ ശേഷം നമുക്ക് വീണ്ടും തുടരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിഷയം തന്നിരിക്കുന്നത് വിപുലമായ വിഷയമാണ്. ഒരു ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ ഒന്നും തീരാത്ത ഒരു വിഷയമാണ്. അപ്പോൾ ഒരു വിഷയ വൈപുല്യം കണക്കിലെടുത്ത് ആ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് തിരുവാതിര വ്രതമുള്ള ദിവസവും കൂടിയാണ്. ശ്രീ പാർവതി ദേവിയുടെ വ്രതത്തെ അനുസ്മരിച്ചുകൊണ്ട് നല്ല കുടുംബജീവിതം ഉണ്ടാവാൻ വേണ്ടി സ്ത്രീകൾ പൊതുവെ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിരുവാതിര. പണ്ട് കാലങ്ങളിലൊക്കെ അത് വളരെ ഉത്സാഹപൂർവ്വം എല്ലാവരും ചെയ്തിരുന്നു. ഇപ്പോൾ കാലം മാറിയപ്പോൾ ഹിന്ദുമതത്തിനാണ് ഏറ്റവും വലിയ കോട്ടം ഉണ്ടായത്. ഇപ്പോൾ കേരളത്തിൽ വലിയ വിവാദങ്ങൾ നടക്കുന്ന കാലഘട്ടം കൂടിയാണ്. സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഹിന്ദുമതത്തിൻ്റെ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ടിട്ട് ആ പ്രശ്നത്തെ മാറ്റി മറച്ചു വയ്ക്കുന്ന രീതി ഇപ്പോൾ കൂടുതലാണ്. നമ്മുടെ സമാജത്തിൻ്റെ ചില അപചയങ്ങളെക്കുറിച്ചും എങ്ങനെ നമുക്കത് പരിഹരിക്കാമെന്നതിനെക്കുറിച്ചും ആമുഖമായി പറഞ്ഞ ശേഷം ഗീതയിലെ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാം. ശ്രീമദ് ഭഗവത്ഗീത ഉണ്ടായത് ഒരു യുദ്ധമുഖത്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മഹാഭാരത യുദ്ധം നടന്നത് ഇന്ത്യയും പാകിസ്ഥാനും പോലെ 2 ശത്രു രാജ്യങ്ങൾ തമ്മിലായിരുന്നില്ല, 2 നാട്ടുരാജ്യങ്ങൾ തമ്മിലുമായിരുന്നില്ല, 2 വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ തമ്മിലായിരുന്നില്ല. ഒരേ കുടുംബത്തിലുള്ള 2 പക്ഷമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് മഹാഭാരതം കലിയുഗത്തിലേക്കുള്ള ഒരു ദിശാസൂചകമായിരുന്നു. കലിയുഗത്തിൽ എന്താണ് വരാനിരിക്കുന്നതെന്ന് ശരിക്കും കാട്ടിത്തന്ന ഒരു ഇതിഹാസമാണ് മഹാഭാരതം. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിൽ ജാതി തിരിച്ചു പറയുന്നില്ല. ബ്രാഹ്മണൻ അല്ലെങ്കിൽ ക്ഷത്രിയൻ, വൈശ്യൻ എന്നുള്ള വർണ്ണമൊന്നും ഞാൻ പറയുന്നില്ല. എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അത് അതിദീർഘകാലത്തേക്ക് നിലനിൽക്കുകയും ചെയ്യുന്നത് കുടുംബങ്ങളിലാണ്. ഏട്ടൻ അനിയനെതിരെ കേസ് കൊടുക്കുക, അനിയൻ ഏട്ടനെതിരെ കേസ് കൊടുക്കുക, അമ്മാവനെതിരെ മരുമക്കൾ സംഘടിക്കുക, അച്ഛനും അമ്മയ്ക്കെതിരെ മക്കൾ. അല്ല, ഇങ്ങനെ ഹിന്ദു കുടുംബങ്ങളിലാണ് ഞാൻ കണ്ടിടത്തോളം ഏറ്റവും അധികം ഫാമിലിയൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കൗടുംബിക പ്രശ്നങ്ങളുള്ളത്. ഇത് കുടുംബ കൂട്ടാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ കുട്ടികളെ, ചെറുപ്പക്കാരെ കാണുന്നുണ്ട്, 40 yearsന് താഴെയുള്ളവർ കാണുന്നുണ്ട്, വെറും മേലെയുള്ളവരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതായാലും നിങ്ങളിവിടെ വന്നു, ഇവിടെ വന്നിരുന്നിട്ട് മറ്റു കാര്യം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കും ഗുണമില്ല, എനിക്കും ഗുണമില്ല. നമ്മൾ ചിലവഴിക്കുന്ന അല്പസമയം സാർത്ഥകമായി സഫലമാക്കി തീർക്കുവാൻ വേണ്ടി എന്നോട് സഹകരിക്കണം, കേട്ടിരിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്ന കാലഘട്ടമാണ്. പണ്ട് പറയും, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരിൽ ആരാണ് കേമൻ എന്ന് തർക്കം വന്നപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും കൂടി തർക്കം ഉണ്ടായതാണ്. സൃഷ്ടികർത്താവായ ഞാനാണോ
അതോ സ്ഥിതികാരകനായ ഞാനാണോ, ആരാണ് കേമൻ എന്നിവർ തമ്മിൽ തർക്കിച്ചപ്പോൾ ഇവർ രണ്ടുപേരും നടുവിലേക്ക് ഒരു അഗ്നിസ്തംഭം, ഒരു അഗ്നിലിംഗം ഒന്ന് പതിച്ചു എന്നാണ്. എന്നിട്ട് ഒരു അശരീരമുണ്ടായി. ഈ ഒരു അഗ്നിസ്തംഭത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റം കണ്ടെത്തുന്നവനാണ് മഹാൻ എന്ന് പറയും. അപ്പം ബ്രഹ്മാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അരയന്നത്തിൽ കയറി മേലേക്ക് പറന്നുപോയി മുകളറ്റം കാണാൻ വേണ്ടിയിട്ട്. മഹാവിഷ്ണു ഒരു വരാഹ രൂപത്തിൽ ഒരു പന്നിയായിട്ട് ഭൂമി കുഴിച്ച് തുറന്നു താഴേക്ക് പോയി. എത്രയോ കാലങ്ങൾ പോയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബ്രഹ്മാവ് കണ്ടില്ലെങ്കിലും കണ്ടു എന്ന് നുണ പറഞ്ഞതുകൊണ്ട് നുണ പറഞ്ഞ മുഖം, വായ, ഒരു തല പരമശിവൻ മോതിര വിരലും തള്ളവിരലും ചേർത്ത് മുറിച്ചെടുത്തു എന്നാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ ശിക്ഷ കൊടുത്തു എന്നാണ്. ആരും നിത്യം പൂജിക്കില്ലെന്നൊരു ശിക്ഷ കൊടുത്തു എന്നാണ് പരമശിവൻ. മഹാവിഷ്ണു വന്നിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഈ ലിംഗം, അതായത് ഈ ഒരു പരബ്രഹ്മലിംഗം അനന്തമാണ്, ഇതിന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിത്യപൂജ ചെയ്യപ്പെടേണ്ടത് ആണ് മഹാവിഷ്ണുവിനെ എന്ന് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്, പുരാണ കഥയാണ്. അപ്പോ പരമശിവന്റെ ഈ ബ്രഹ്മാവിന്റെ ആദ്യകാലത്ത് പഞ്ചമുഖനായിരുന്നു, 5 മുഖം ഉണ്ടായിരുന്നു. ഒരു തല നുള്ളിയെടുത്തത് കൊണ്ട് ബ്രഹ്മാവിനെ ഒരു തല നുള്ളിയതുകൊണ്ട് ബ്രഹ്മഹത്യാപാപം പരമശിവന് വന്നു ചേർന്നു എന്നും ആ തലയൊട്ടി, ബ്രഹ്മാവിന്റെ തലയൊട്ടി വലത്തെ കയ്യിൽ ഒട്ടിപ്പോയി എന്നാണ്. ഏതായാലും വലത്തെ കയ്യിൽ ബ്രഹ്മാവിന്റെ തലയൊട്ടി ഒട്ടിപ്പോയതുകൊണ്ട് ഇനി ഇത് വെറുതെ ആക്കേണ്ടതുകൊണ്ട് യൂട്ടിലിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് പുള്ളി എന്ത് ചെയ്തു? ഭിക്ഷ തട്ടുന്നത് അത് വെച്ചിട്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് പേര് ബ്രഹ്മ കപാല ഭിക്ഷു, പരമശിവന്റെ പേരാണ്. ബ്രഹ്മാവിന്റെ തലയൊട്ടി വെച്ചിട്ടാണ് ഭിക്ഷ എടുക്കുന്നത്. അതുപോലെ ബ്രഹ്മാവിന്റെ തലയോട്ടി ശിവന്റെ കയ്യിൽ ഒട്ടിയതുപോലെയാണ് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ OnePlus പിന്നെ ആപ്പിളും സാംസങ്ങും ഒക്കെ ഒട്ടിയിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇനിയുള്ള തലമുറയെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ എന്താവുമെന്ന് പറയാൻ പോലും എനിക്ക് പറ്റില്ല. അത്രയും അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ വിഷയം ഒന്ന് ടച്ച് ചെയ്യേണ്ടതുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് നിത്യേന എന്നോണം 1 or 2 കുടുംബങ്ങൾ നിത്യേന എന്നോണം ഇന്ത്യയിൽ നിന്നോ വിദേശത്തു നിന്നോ വിളിക്കും. മണിക്കൂറുകളോളം അവരോട് സംസാരിച്ചിട്ടാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. പല കുടുംബങ്ങളിലും റിലിജ്യൻ അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ കസ്റ്റംസ്, ആചരണങ്ങൾ, ട്രഡീഷൻ ഒന്നും കാര്യമായിട്ടില്ല. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ വിളക്ക് തെളിച്ച് അമ്മയും അച്ഛനും മക്കളും ഇരുന്ന് ജപിക്കുന്ന, നാമം ജപിക്കുന്ന വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ തുലവും കുറവാണ്. അപ്പൊ എന്താണ് സത്യത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ അടിസ്ഥാന ശില എന്താണ്? ഒരു മനുഷ്യന് ജോലി കിട്ടുന്നു, അവൻ വിദേശത്ത് പോയി പണം ഉണ്ടാക്കുന്നു, സ്വദേശത്ത് ഡോക്ടറാവുന്നു, അവൻ നന്നായി പഠിക്കുന്നു, അവൻ വലിയ വിജയങ്ങൾ നേടുന്നു എന്നത് നമ്മുടെ ശാസ്ത്രദൃഷ്ടി പ്രകാരം ഒരുവൻ പുണ്യവാനാവുന്നതുകൊണ്ടാണ്. ഒരുവൻ പുണ്യം നേടുന്നത് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടും അവനവന്റെ കുലദേവതകളെ സ്മരിക്കുകയും അവരെ പൂജിക്കുകയും അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. പലപ്പോഴും സംഭവിച്ചത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് NSS എന്ന സംഘടനയാണല്ലോ. NSS എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റിയാണ്. ശബരിമലയുടെ വിധി വന്ന സമയത്ത് 2018 സെപ്റ്റംബർ 28 തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സുപ്രീം കോടതി പറഞ്ഞു ശബരിമലയിൽ യുവതികൾക്കും കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും സാംസ്കാരിക സംഘടനകളൊക്കെ പകച്ചുപോയി. സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ പിന്നെ സ്ത്രീകൾ കയറട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിന്ന സമയത്ത് NSS മാത്രമാണ് അങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇത് പ്രക്ഷോഭം നടത്തണം എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കൊക്കെ അത് തോന്നിയത്, ഡോണ്ട് ടേക്ക് എ ബാഡ് ഫീൽ ഫ്രം ദിസ്, ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഐ ആം സേയിങ്. എനിക്കൊക്കെ അപ്പോൾ തോന്നിയത്, പണ്ട് ഞാൻ ക്രിക്കറ്റ് കാണുമ്പോൾ സച്ചിനാണ് പ്രധാനമായിട്ട് സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ ഗാംഗുലി, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സേവാഗ്, ഇവരൊക്കെ ഔട്ടായി പോയി വിചാരിക്കാൻ ടീം തോക്കും എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ബൗളേഴ്സിന്റെ ചില ആൾക്കാർ, ശ്രീകാന്തിനെ പോലുള്ള ആൾക്കാർ പ്രതീക്ഷിക്കാതെ അടിയടിച്ചു. അങ്ങനെ ടീം ജയിച്ച 1-2 മാച്ചുകൾ ഞാൻ കണ്ടു. അതുപോലെയായിരുന്നു എനിക്ക് NSSന്റെ അപ്പോഴത്തെ എൻട്രി തോന്നിയത്. ഇവർ പൊതുവെ സാമൂഹിക പ്രശ്നങ്ങളൊന്നും വലിയ ഇടപാടൊന്നും ഇല്ലാതെ അവരവരുടെ മീറ്റിങ്ങുകളായിട്ട് നടക്കുന്ന സംഘടനയാണെന്നാണ് പൊതുവായി ഉണ്ടായിരുന്ന ധാരണ. മാത്രമല്ല 2018 എൻഡ് വരെയും എന്റെ ധാരണ ഈ സംഘടന കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്നായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നായർ എന്ന പേര് ടാഗുള്ള ഒരാളാണ് ഏറ്റവും കൂടുതൽ NSSനെ കുറ്റം പറയുന്നത്. ഞാൻ വായിക്കുന്നതാണ്, ഐ ഡോണ്ട് ബിലോങ് ടു ദാറ്റ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. സ്റ്റിൽ ഞാൻ വായിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര ദേഷ്യമാണ് സ്വന്തം സമുദായത്തോട്, അങ്ങനെയുള്ളവരെ കാണും.
ഈ സുകുമാരൻ നായരെ 2 തെറി പറയാതെ ഉറക്കം വരാത്ത ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ നോക്കി അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്ര ഒരു വൃത്തികെട്ട പ്രസ്ഥാനമാണോ ഇത് എന്നെനിക്ക് തോന്നി. ഞാനൊരു അതിനെ മൈൻഡ് ചെയ്തിരുന്ന സമയത്താണ് ഈ വിധി ഉണ്ടായത്. ഈ വിധിയുടെ പിന്നിൽ കളിച്ചവരാരൊക്കെയാണെന്ന് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടി വന്നതും ഇത് വളരെ കൃത്യമായി കേസ് 12 വർഷത്തിലധികം കാലം ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല വക്കീലന്മാരിൽ ഒരാളെ പരാശര വക്കീലിനെ വെച്ച് വാദിപ്പിച്ചതും അതിന് ചെലവ് കൊടുത്തതും പണം കൊടുത്തതും ഒക്കെ NSS ആണെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു, സത്യസന്ധതയോട് പറയാം. അതുവരെ എന്റെ വിചാരം ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടു നടക്കുന്ന സംഗതിയാണ്. അതിൽ NSS-നോ SNDP-ക്കോ ഒന്നും യാതൊരു പങ്കുമില്ല. ജാതി സംഘടനകൾ ഒരു ശാപമാണെന്നാണ് നമ്മളെയൊക്കെ സോഷ്യൽ മീഡിയയിലെ വലിയ സോഷ്യൽ മീഡിയ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ യാഥാർത്ഥ്യം വരുമ്പോൾ ആര് കൂടെ നിൽക്കും? ഒരു യുദ്ധം വരുമ്പോ ഈ ഭർത്താക്കന്മാരൊക്കെ എണ്ണ തേച്ച് കുളിച്ച് ജിമ്മിൽ പോയ ഭർത്താക്കന്മാരൊക്കെ വീടും പെണ്ണിനെ വരെ പണയം വെച്ച് ചൂത് കളിച്ചപ്പോ ആ കൃഷ്ണൻ ഒരാൾ മാത്രമാണ് ചേല കൊടുത്തതെന്ന് പറഞ്ഞ പോലെ ഹിന്ദു സമൂഹത്തിന് വലിയൊരു ആശ്വാസമായിട്ട് ആ വിധിയെ ഇന്റർപ്രിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കോടതിയോട് കാര്യങ്ങൾ ബോധിപ്പിക്കാനും ഏറ്റവും ശ്രമിച്ചത് NSS-ന്റെ പിന്തുണയോട് കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ പ്രസ്ഥാനത്തെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എല്ലാവരും കടന്നാക്രമിച്ചു മാത്രം ശീലമുള്ള ആളാണ് ഞാൻ. ആരെയും ഇപ്പൊ ഗുരുവായൂർ ഏകാദശി മുടക്കിയപ്പോ തന്ത്രിയെ ഞാൻ പറഞ്ഞ് നിങ്ങളൊക്കെ കേട്ടതാണ്. ഇത് സ്വസമുദായമെന്നോ അന്യസമുദായമെന്നോ നോക്കാതെ ഹിന്ദു സമാജത്തിന് കോട്ടം വരുത്തുന്നത് ആര് ചെയ്താലും അത് സന്യാസിയാണെങ്കിലും ഞാൻ തുറന്നു പറയും. അത് യാതൊരു മടിയും ഞാൻ വിചാരിച്ചിട്ടില്ല. നാളെ വേദി കിട്ടുമോ അല്ലെങ്കിൽ നാളെ എന്നെ വിളിക്കുമോ എന്ന ചിന്തയൊന്നും എൻ്റെ ഉള്ളിലില്ല. ഇന്ന് ഊണ് കഴിച്ചല്ലോ, ഇപ്പൊ മരിച്ചാലും സമാധി തന്നെ. ഇതാണ് എൻ്റെ ഒരു കോമൺ ലൈൻ. അതുകൊണ്ട് ഒരു കാര്യം, സ്വന്തം സമുദായത്തിന്റെ പാരമ്പര്യ വിധികൾ എന്താണ്, സ്വന്തം സമുദായത്തിന്റെ പാരമ്പര്യ ശ്രേഷ്ഠമായ പാരമ്പര്യം എന്താണെന്ന് ഓരോ സമുദായവും അറിയണം. അത് NSS എന്ന് മാത്രമല്ല, SNDP അവരുടെ ഈഴവ തീയ വിഭാഗങ്ങൾ, അതുപോലെ പറയനോ പുലയനോ ആദിവാസി ഗോത്രവർഗങ്ങളോ ആരാണെങ്കിലും അവനൊരു പാരമ്പര്യം ഉണ്ടായിരിക്കും. ആ പാരമ്പര്യത്തിൽ അവന്റെ പൂർവികർ ഉപാസിച്ചു വന്ന ദേവതകളും ആ ഉപാസിക്കപ്പെട്ട രീതികളും ഉണ്ടായിരിക്കും. അത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? പ്രധാനപ്പെട്ട ചോദ്യമാണ്. എത്ര പേർക്ക് അതറിയാം? ഞാൻ കുലദേവതയെ പറ്റിയിട്ടൊരു സ്പീച്ച് നടത്തിയത് വലിയ ഫേമസ്, പലയിടത്തും ആൾക്കാർ കണ്ടുപോകുന്നു. നായർ സമുദായത്തെ ഒരു പ്രബല സമുദായമാണ്. നായർ സമുദായത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ NSS-കാരായോണ്ട് നേരിട്ട് അഡ്രസ് ചെയ്യാം. നിങ്ങളുടെ പലരുടെയും തറവാട്ടിൽ മച്ചിൽ ഒരു ഭഗവതി ഉണ്ടായിരുന്നിരിക്കും. ആ മച്ചിൽ ഭഗവതി ശ്രീഭദ്രയെന്നോ ഭുവനേശ്വരി എന്നോ ഒക്കെ അല്ലെങ്കിൽ ഭദ്രകാളി എന്നോ എന്നൊക്കെ സങ്കല്പിക്കാവുന്ന ഒരു ദേവതയായിരിക്കും. ആ മച്ചിൽ ഭഗവതി ആണ് ഇന്നത്തെ ഡോക്ടറുടെ ശമ്പളമായിട്ട് വരുന്നത്, ഇന്നത്തെ എഞ്ചിനീയറുടെ ശമ്പളമായിട്ട് വരുന്നത്, ഇന്നത്തെ ബിസിനസ്സുകാരുടെ ലാഭമായിട്ട് വരുന്നതൊക്കെ ആ മച്ചിൽ ഭഗവതി അന്ന് പൂർവികരാരോ പൂജിച്ചതിന്റെ പുണ്യത്തിന്റെ ബാക്കിയാണ്. ഇനി നാളത്തെ തലമുറ എന്ത് ചെയ്യും? നാളത്തെ തലമുറ നമ്മൾ നമ്മുടെ കുലദേവതയെ പൂജിച്ചില്ലെങ്കിൽ നാളത്തെ തലമുറ ഈ കുലമേ വിട്ട് അന്യമതങ്ങളിലേക്ക് മാറിപ്പോകുന്നത് കാണാം. ഇത് വാസ്തവമാണ്. ചുമ്മാ പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല, വാർത്തകൾ വായിച്ചാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്നെ ഗൾഫിൽ നിന്ന് വളരെ നല്ല രീതിയിൽ വളരെ മികച്ച ജീവിത സൗകര്യങ്ങളുള്ള നല്ല സാമ്പത്തികമുള്ള ഒരു അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് കരയുകയാണ്. ഇപ്പോഴല്ല 2 മാസമായി, 2 മാസത്തിലധികമായി. അദ്ദേഹത്തിന്റെ ഭാര്യയും കരയുകയാണ്. മകൾ ഒരു കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട പയ്യനോടുമായി പ്രേമമായിട്ട് പഠിക്കുന്ന കാലത്ത് തന്നെ അവർ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ഫാമിലി നടത്തി കഴിഞ്ഞു. അവൾക്ക് അതിക്രുദ്ധയായിട്ട് ഇതുവരെ സ്നേഹത്തോടു കൂടി അച്ഛൻ്റെ അമ്മയുടെയും പ്രിയപ്പെട്ട മകളായിരുന്ന അവളിപ്പോൾ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ നടത്തുന്നു. എന്തിനേറെ പറയുന്നു, ഈ അമ്മയെ ശാരീരികമായി ഉപദ്രവിക്കാൻ പോലും മകൾ തയ്യാറായി. വളരെ കൾച്ചറൽ ആയിട്ടുള്ള ഫാമിലിയാണ്. ഒരു കോട്ടവുമില്ലാതെ നല്ല നമ്മൾ പറയാം തറവാടികൾ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? ശരിക്കും അവിടെ സുഖസൗകര്യങ്ങൾ വന്നപ്പോൾ പൂർവികർ ഉപാസിച്ചിരുന്ന ദേവതകളോട് പുച്ഛം വന്നതാണ് പ്രശ്നം.
ഇതൊക്കെ വെറും വിഡ്ഢിത്തരമല്ലേ എന്ന ചിന്ത കൊണ്ടാണ്. ഇപ്പോൾ നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ പൂർവ്വ പുണ്യം കൊണ്ടാണ്, അതിൽ സംശയമില്ല. ആ പൂർവ്വ പുണ്യത്തിന്റെ ഏറ്റവും ഏറിയ കൂറും കുലദേവതയുടെ പ്രസാദമാണ്. അപ്പം നായർ സമുദായക്കാർക്ക് ശാക്തേയമുണ്ട്. ഞങ്ങളുടെ വടക്കൻ നാട്ടിലൊക്കെ ശാക്തേയമുണ്ട് നായന്മാർക്ക്. തെക്കോട്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല, തെറ്റാണെങ്കിൽ തിരുത്തണം. അവർക്കും ഉണ്ടായിരിക്കും അതുപോലെ പൂജകളുണ്ടാവും. വടക്കോട്ടൊക്കെ ശാക്തേയം എന്ന ചടങ്ങ് വളരെ പ്രധാനമാണ്. ഈ ശാക്തേയം മുഖ്യമായി നടത്തിയിരുന്നതിന്റെ കാരണം ഇവരിൽ പലരും പടനായകന്മാരായിരുന്നു എന്നാണ്. അതായത് യുദ്ധത്തിന്, നാട്ടുരാജാക്കന്മാരുടെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പട ഉണ്ടല്ലോ, പടയുടെ നായകന്മാരായിരുന്നു എന്നാണ്. അപ്പൊ പടനായകന്മാർ പടയ്ക്ക് പോകുമ്പോൾ അവർക്ക് മുറിവേറ്റ് മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശാക്തേയം ചെയ്തിരുന്നത്. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ അറിവിൽ മരണം എന്ന് പറഞ്ഞാൽ മറവിയാണ്. പൂർവ്വകാലത്ത് നമുക്ക് ഏറ്റ അടികൾ ആരിൽ നിന്നേറ്റു എന്ന് മറന്ന് അവന്റെ തോളത്ത് കൈയിടുന്നതും അവനെ അകത്ത് വിളിച്ചിരുത്തുന്നതും അവനെ ഊട്ടുന്നതും സ്വന്തം മകൾ വീട് വിട്ടു പോകാൻ കാരണമായേക്കാം. അതൊരു തരം മരണമാണ്, സാംസ്കാരിക മരണമാണ്. ഒരു ഹിന്ദു സാംസ്കാരികമായിട്ട് മരിക്കുന്നത് കേവലം പ്രാണൻ വിട്ടു പോകുമ്പോഴല്ല, നമ്മുടെ പ്രാണതുല്യരായ മക്കൾ നമ്മെ വിട്ടു പോകുമ്പോഴും മക്കൾ എതിരാകുമ്പോഴുമാണ്. അപ്പോൾ അച്ഛൻ മരിക്കുന്നത് അച്ഛന്റെ ആയുസ് എത്തിയിട്ടോ അപകടത്തിൽപ്പെട്ടോ അല്ല, മക്കൾ വിചാരിച്ചാൽ അച്ഛനെ പ്രാണൻ വെച്ച് കൊല്ലാൻ സാധിക്കും. എന്ന് വെച്ചാൽ മക്കളുടെ കുത്തുവാക്കുകളോ മക്കൾ അനുസരിക്കാതിരിക്കുന്നതോ മക്കൾ സ്നേഹം വെടിഞ്ഞ് ക്രൂരമായി പെരുമാറുന്നതോ അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചോടി പോകുന്നതോ ഒക്കെ ഒരു അച്ഛനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ച് മരണമാണ്. പിന്നെയുള്ള ശിഷ്ട ജീവിതം അവരെങ്ങനെ തള്ളി. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ കുടുംബം അയാൾക്ക് ഡിപ്രഷനായി, ആ അച്ഛന് ഡിപ്രഷനായി, ഒന്നും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ബിസിനസ് തകർച്ചയിൽ വരികയാണ്, അമ്മയ്ക്ക് വയ്യ. അപ്പൊ കേവലം ഒരു മതം മാറ്റം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, ഒരു മരണമാണ് വീട്ടിൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നെ അവിടെ ആ ശോകം അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ഒരു പക്ഷെ ഹിന്ദുക്കളായതുകൊണ്ട് എല്ലാം ഒന്നല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം സ്വീകരിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ പാരമ്പര്യ ദേവതയെ പിന്നെ ആരാധിക്കും? ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാം സ്വയം ചിന്തിച്ച് പരിഹാരം കണ്ടെത്തേണ്ട കാര്യമാണ്. ഇതിന് വേണ്ടുന്നൊക്കെ ചെയ്തു തരാൻ എനിക്ക് സാധിക്കും. എങ്ങനെയാണ് ഈ പൂജ ചെയ്യുക, എന്താണ് ഇതിന്റെ മന്ത്രം, എന്താണ് ഇതിന്റെ വിധാനം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ വൈദിക വശം, എന്താണ് ഇതെല്ലാം പഠിപ്പിച്ചു തരാൻ എനിക്ക് സാധിക്കും. പക്ഷെ ചെയ്യേണ്ടത് ആത്യന്തികമായിട്ട് നിങ്ങളാണ്. ഇതിപ്പോ കേവലം നായർ സമുദായം മാത്രമല്ല, ബ്രാഹ്മണ സമുദായത്തിലും ഇതുപോലെ മതം മാറ്റ കല്യാണങ്ങൾ കൂടി വരികയാണ്. എന്നിട്ട് ഇപ്പോൾ ഉള്ള ഫാഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ബ്രാഹ്മണ ആചാരപ്രകാരമുള്ള ഫോട്ടോഷൂട്ട്, പിറ്റേ ദിവസം പള്ളിയിൽ പോലുള്ള ഫോട്ടോഷൂട്ട്. അപ്പൊ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ നാരായണനുമാവാം ജോസഫുമാവാം എന്ന സംശയമാണ്. അത് വലിയ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഒരുപക്ഷെ നാണക്കേട് ഉണ്ടാവില്ല. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് അവരുടെ മരണമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് മക്കളെ വളർത്തുന്നതിൽ പേരന്റിങ്ങില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രധാനമായും എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഇതര മതസ്ഥരോട് അടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് പറയാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം 60-70 കേസുകൾ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം പറ്റിയിട്ടില്ല. കാരണം പെൺകുട്ടികൾക്ക് എത്ര കാലം പുരോഗമിച്ചാലും ഒരു ചിന്തയുണ്ട്. ഒരിക്കൽ അവരെ ആരെങ്കിലും ലൈംഗികമായി ഉപയോഗിച്ചാൽ പിന്നെ അയാളുടേതാണ് ആ കുട്ടി, ഒരു സബ് കോൺഷ്യസ് ഐഡിയ ഉണ്ട്. അപ്പൊ പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾ കോളേജ് തലത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതര മതസ്ഥര് അവർ ആദ്യം ചെയ്യും, കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ്. ആസൂത്രിതമായി പണ്ട് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, തെക്കൻ നാടുകളിലൊക്കെ ഈ മതപരിവർത്തനത്തിന് ഒരു വിചിത്ര രൂപം ഉണ്ടായിരുന്നു. അതായത് ഒരു നായർ കുളിക്കുന്ന കുളത്തിൽ ഒരു ക്രിസ്ത്യാനി ചാടിയാൽ ആ നായർ പിന്നെ ജാതിയിൽ നിന്ന് പുറത്തായി. ഇത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമ്പൂതിരി കുളിക്കുന്ന കുളത്തിൽ ഒരു ക്രിസ്ത്യാനി ചാടിയാൽ നമ്പൂതിരി ഭ്രഷ്ടായി ക്രിസ്ത്യാനിയായി. തിരിച്ചൊരിക്കലാവില്ല. ഏതായാലും നായർ കുളിക്കുന്ന കുളത്തിൽ ചാടിയില്ല, നാളെ പോലെ ഞാൻ നായരാവുന്ന ഒരു ക്രിസ്ത്യാനി വിചാരിക്കുന്നത് എന്താണ്? അപ്പൊ ഇവിടെ സത്യസന്ധമായി പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ ചിലരെ ഷോക്ക് ചെയ്തേക്കാം. സത്യസന്ധമായി പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇപ്പോഴത്തെ സകല അപചയത്തിന്റെയും മൂല കാരണം തലയ്ക്ക് വെളിവില്ലാത്ത രാജാക്കന്മാരായിരുന്നു. വിഷമം തോന്നരുത്, ഞാൻ ചരിത്രം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പൊ കോഴിക്കോട് ഞങ്ങളുടെ രാജാവിനെ എടുക്കാം. വെള്ളിയാഴ്ച ദിവസം നായർ സമുദായത്തിലെ പെൺകുട്ടികളെ
മുസ്ലിങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി. എന്തിന്റെ പേരിലാണ് എനിക്ക് അറിഞ്ഞെടുക്കുള്ളൂ. സാമൂഹികപ്പാടിന് പിന്നെ ഈ ഒരു പരിപാടി മുസ്ലിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. ഇപ്പൊ എന്തായി കൂടുതൽ പറയണ്ടല്ലോ. തെക്കൻ തിരുവിതാംകൂർ എടുത്തു കഴിഞ്ഞാൽ 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബം കുളം തോണ്ടിയിട്ട്, ഈ കുടുംബം കുളം തോണ്ട് എന്നുള്ള പ്രയോഗം കേരളത്തിൽ വന്ന എങ്ങനെ അറിയാമോ? 8 വീട്ടിൽ പിള്ളമാരെ കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ കൊട്ടാര സദൃശമായ നായർ തറവാടുകൾ ശരിക്കും കുളം തോണ്ടി കുളമാക്കി, കുളം ഉണ്ടാക്കി. അതാണ് കുടുംബം കുളം തോണ്ടെന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്നിട്ടോ അവരുടെ വിധവകളെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും കെട്ടിച്ചു കൊടുത്തു. ആര്? രാജശാസനം. ഇങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ഈ ഫിയർ. ഉദാഹരണത്തിന് ഇപ്പോ എന്നെ നിങ്ങൾ ഇവിടെ വെച്ച് വെട്ടിക്കൊന്നു എന്ന് വിചാരിക്കുക. എനിക്ക് അതിന്റെ എല്ലാ സാധ്യതയുണ്ട്, അതിന്റെ ശത്രുക്കളൊക്കെ എനിക്കുണ്ട്. എന്നെ വെട്ടിക്കൊന്നു വിചാരിക്കുക. എനിക്കുണ്ടാവുന്ന കുഞ്ഞിൽ അല്ല എന്റെ കുഞ്ഞിൽ ഈ ചരിത്ര ഓർമ്മ ഒരു ഭയമായിട്ട് കിടക്കട്ടെ, അവനുണ്ടാവുന്ന കുഞ്ഞിലും അതൊരു ഭയമായിട്ട് കിടക്കും. നമ്മുടെ DNA ഫോം ചെയ്യുന്നതിൽ ചരിത്രത്തിന് വലിയ പങ്കുണ്ട്. ചരിത്രം ശാസ്ത്രമാണോ? അല്ല. പക്ഷെ ചരിത്രം ജനിതക ശാസ്ത്രമാണ്, ആലങ്കാരികമായിട്ട്. അതായത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള അപജയങ്ങളും വേദനകളും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കപ്പെടുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നത്തെ ഹിന്ദു സമൂഹമാണ്. പേടിയാണ് എല്ലാറ്റിനും. തുറന്നു പറയാൻ പേടി. അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, മകൾ ഒളിച്ചോടി പോയി, ഇനിയിപ്പോ അവളെ വഴിക്ക് പോട്ടെ, നമ്മളും നിസ്കരിച്ചേക്കാന്ന് വിചാരിക്കുക. ഇങ്ങനെ അഭിമാനം പണയം വെച്ച് ഒരു വിധത്തിൽ ഒരു നേരെ നിവർന്നു നിന്ന് പറയാൻ ധൈര്യമില്ലാത്ത തരത്തിൽ ഭയം നിറഞ്ഞ ഒരു സമുദായമായി നമ്മൾ മാറി. നമ്മൾ ഞാൻ പറഞ്ഞത് കേവലം NSSനെ മാത്രമല്ല, അതിൽ SNDPയും NSSും യോഗക്ഷേമ സഭയും ബ്രാഹ്മണ സഭയും എല്ലാം പെടും. ഹിന്ദു ഇൻ ടോട്ടാലിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഭയം മാറ്റിയെടുക്കണമല്ലോ. എന്ത് ചെയ്യണം? 1811 എന്റെ ഓർമ്മ. അത് കൃത്യമായ ഓർമ്മയല്ല, പണ്ടെങ്ങോ വായിച്ച ഓർമ്മയാണ്. കേണൽ മൺറോ എന്ന് പറഞ്ഞൊരു സാഹിബ്, മൺറോ സാഹിബ് ഇവിടെ വന്നിട്ട് പഠിച്ചു. ക്രിസ്ത്യാനികൾക്ക് ഒരു പരിപാടി ഉണ്ട്, ആദ്യം ഒന്ന് പഠിക്കും, എല്ലാ സ്ഥലം പഠിക്കും. എവിടെയാണ് പൈസ കൊടുക്കാതെ സ്ഥലം കയ്യേറാൻ പറ്റുക അത് കയ്യേറുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ രീതി, ലോകം മുഴുവൻ. അങ്ങനെ അവർ ഇന്ത്യയിൽ 19.7 ലക്ഷം ഏക്കറാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കൈയാളുന്നത് ജനസംഖ്യയിൽ 2.5% മാത്രമേ ഉള്ളൂ കള്ളം പറയുന്ന ഈ സമുദായമാണ്. സെൻസസ് കാണിക്കില്ല, നാരായണൻ നായർ പേര് മാറ്റില്ല, പക്ഷെ സഭയുടെ കണക്കിൽ മതം മാറിയിരിക്കും. പഞ്ചാബിൽ ഇക്കഴിഞ്ഞ ക്രിസ്മസിന് നടന്ന മതം മാറിയ സിഖുകാരുടെ സമ്മേളനം കണ്ടിരുന്നു. ലക്ഷക്കണക്കിന് സിഖുകാരാണ് ടേബൻ അഴിക്കാതെ കഴുത്തിൽ കുരിശിട്ട് മതം മാറിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സ്ഥിതി വ്യത്യസ്തമല്ല, കർണാടകത്തിൽ വ്യത്യസ്തമല്ല, ആന്ധ്രയിൽ ഒട്ടും വ്യത്യസ്തമല്ല. ഈ അടുത്ത കാലത്താണ് കണ്ടെത്തിയത് 36% തിരുപ്പതി ദേവന്റെ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പിന്നെ എംപ്ലോയീസ് ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ഭാരതം മുഴുവൻ ഇത് ഒരു ക്യാൻസറസ് ആയിട്ട് വളർന്നു പിടിച്ചു. 19.7 ലക്ഷം ഏക്കർ എന്ന് പറഞ്ഞാൽ എത്രയാ? ചിന്തിക്കാൻ പറ്റാത്ത. അതായത് ഭാരത സർക്കാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏറ്റവും വലിയ അധീശത്വ ശക്തി കത്തോലിക്കരാണ്. ഹിന്ദുവിന്റെ കയ്യിൽ എന്താണുള്ളത്? ഉള്ള ഭൂമി കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് അതിന് തക്കോടുള്ള സിനിമകൾ ഉണ്ടായില്ലേ? ദേവാസുരം പോലുള്ള സിനിമകൾ കൊടുക്കുന്ന സന്ദേശം എന്താ? കള്ളു കുടിക്കാൻ വേണ്ടി ഭൂമി വിൽക്കാം, പെണ്ണു പിടിക്കാൻ വേണ്ടി ഭൂമി വിൽക്കാം. അത് നിസ്സാരമല്ലടോ വാര്യരേന്നാ ചോദിക്കുന്നത്. അപ്പൊ അത്തരം ചലച്ചിത്രങ്ങൾ കണ്ടിട്ട് പഴയ എന്തോ ഫ്യൂഡൽ മാടമ്പിയാണെന്ന ചിന്തയിൽ കസവ് കൊണ്ട് മാത്രം, അതും കടം വാങ്ങിയതായിരിക്കും, കസവ് കൊണ്ട് മാത്രം അലയിലുള്ള ഒരു സമുദായമായിട്ട് നമ്മൾ എല്ലാവരും തന്നെ അധപ്പതിച്ചു. ഭൂമി കൈമാറി കൊടുക്കുന്നതിൽ ചിന്തയില്ലാത്തവരായി തീർന്നു. ഇനി വേറൊരു വിഭാഗം എന്താ പറയുന്നത്? കുംഭമേള നടക്കുന്ന സ്ഥലം ഞങ്ങളതാണ്. അത് വേറൊരു വിഭാഗം. അവരുടെ കയ്യിൽ 9.6 ലക്ഷം ഏക്കർ ഭൂമി ഉണ്ട് ഇന്ത്യയിൽ. ന്യൂനപക്ഷം കരയുന്നവരുടെ കയ്യിലുള്ള ഭൂസ്വത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ആരാണ് രാജാവ്? ഭൂമി കൈയാളുന്നവരാണ്. അതുകൊണ്ട് രാജാവിന് എന്താണ് പര്യായം? ഭൂപതി. ഇപ്പൊ ഇന്ത്യയിലെ ഭൂപതി ആരാണ്? കത്തോലിക്കനാണ്. അത് കഴിഞ്ഞാൽ ആരാണ് നാട്ടുരാജാവ്? മുസ്ലിമാണ്. പഴയ ഹിന്ദു അവിടെ പോയി ഏതോ ബാങ്കിൽ ക്ലാർക്കിന്റെ ജോലി ചെയ്യുന്നു, ഏതോ സ്കൂളിൽ മാഷായി ജോലി ചെയ്യുന്നു,
അല്ലെങ്കിൽ എവിടെ ഒരു ജോലിയെ തരപ്പെടുത്തിയതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാർ അവരുടെ അധീശത്വം ഉപയോഗിച്ചിട്ട് സ്വന്തം സമുദായങ്ങളെ വളർത്താനല്ല ഒരിക്കലും ശ്രമിച്ചിരുന്നത്, മറിച്ച് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റുകൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും കൊടുത്തിട്ട് കണ്ണായ ഭൂമി മുഴുവൻ ഓരോ നാട്ടിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ, ഈ പറഞ്ഞ മതങ്ങൾക്ക് പതിച്ചു കൊടുത്തിട്ടുള്ളത് അത്തരത്തിൽ ആ കാലത്തെ രാജാക്കന്മാരാണ്. അന്വേഷിച്ചാൽ മതി കാര്യം. അപ്പം സത്യത്തിൽ ഹിന്ദുവിന് ഭൂമി ഇല്ലാതാക്കിയ പഴയ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞ് ജനാധിപത്യ വ്യവസ്ഥയിൽ 1957 നമ്മളൊരു സർക്കാർ രൂപീകരിച്ചപ്പോൾ, ആ സർക്കാർ രൂപീകരിക്കേണ്ട കാരണം ഞാൻ പറഞ്ഞുതരാം. ശബരിമലയില് 1950 സെപ്റ്റംബർ 18 നട തുറക്കാൻ വേണ്ടി പോയ ഒരു പോറ്റി, അയാളുടെ കൂടെയുള്ള ഒരാൾ, കാട്ടിലുള്ള ആൾ, അമ്പലം കാട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ച, ശബരിമല അമ്പലം തീ വയ്ക്കപ്പെട്ടിരിക്കുന്നു. അയ്യപ്പന്റെ ശ്രീകോവിൽ തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നു. അയ്യപ്പന്റെ വിഗ്രഹം കുറച്ച് അപ്പുറത്ത് കണ്ടെത്തി അത് 7 കഷ്ണങ്ങളായി മുറിച്ചിരിക്കുകയാണ്. മഴുകൊണ്ട് വെട്ടി മുറിച്ചിരിക്കുകയാണ്, കോടാലി കൊണ്ട്. ആ കേസ് അന്വേഷിച്ച് അന്നത്തെ DGP എന്ന് വേറൊരു പേരാണ് അറിയപ്പെടുന്നത്, DGP അയക്കുന്ന കേശവ മേനോൻ എന്നയാളാണ്. അദ്ദേഹം എഴുതിയ റിപ്പോർട്ടുണ്ട്, ശബരിമല ആസൻ കേസ്. അത് ഇന്റർനെറ്റ് കിട്ടും, PDF കിട്ടും, വായിക്കണം എല്ലാവരും. അത് ചെയ്തിരിക്കുന്നത് ക്രിസ്തീയ സഭയുടെ ഒത്താശയോട് കൂടി കോടാലി ജോൺ എന്നൊരാളാണ്. അവർ കുടുംബം അതിൽ മുന്നിൽ കളിച്ചവർ പരസ്പരം തമ്മിൽ കുത്തി മരിച്ചു. എങ്കിലും ശബരിമല ക്ഷേത്രത്തെ വെട്ടി കീറിയത്, തീ വെച്ചത് ഈ ഒരു സമുദായമാണ്. എന്തുകൊണ്ടത് ചെയ്തു അവര്? എന്തുകൊണ്ടാണ് ശബരിമല മാത്രം, എന്തുകൊണ്ട് ഗുരുവായൂർ ചെയ്തില്ല, എന്തുകൊണ്ട് മറ്റൊരു ക്ഷേത്രം ചെയ്തില്ല? അതിനൊറ്റ കാരണം, ജാതി ഭേദമില്ലാതെ ഹിന്ദു എവിടെയെങ്കിലും സംഘടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നശിപ്പിക്കുക എന്നുള്ളത് ഈ സംഘടിത മതങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ജാതി ചിന്തയില്ലാതെ മുട്ടിയുരുമി പോയിട്ട് അയ്യപ്പനെ കാണുന്നുവല്ലോ, അപ്പോൾ ഇവർ ഹിന്ദുക്കൾ ഒന്നിക്കുമല്ലോ എന്ന പേടി കൊണ്ട് ഇവർ ആദ്യം ചെയ്തത് അത് നശിപ്പിക്കാൻ. അവിടെ അടുത്ത് ദേവസ്വത്തിന്റെ ഭൂമി പാഞ്ചാലിമേട്ടിൽ 100 കണക്കിന് കുരിശാണ് നാട്ടി വെച്ചിരിക്കുന്നത്. അതിലൊരു കുരിശിലൊന്ന് തൊട്ട് ഓർമ്മയുള്ളൂ ശ്രീരാം വെങ്കടേശ്വര. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ശ്രീരാം വെങ്കട്ടരാമന്റെ. അപ്പൊ ഭൂമി ശരിക്കും ഭരിക്കുന്നത് ആരാണ്? അവക്കനുസരിച്ച് സർക്കാരുകൾ നിലനിൽക്കുള്ളൂ. ശക്തിയില്ലാത്തവന്റെ ക്ഷമയ്ക്ക് യാതൊരു വിലയുമില്ല. ഒരു മൊയല് പറയാണ് സിംഹത്തിനോട്, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, വല്ല വിലയുണ്ടോ? സിംഹം നീ തിരിച്ചു പറഞ്ഞാലോ അതിന് വിലയുണ്ട്. ഇപ്പൊ നമ്മൾ ആരായി തീരണം? ഇപ്പോ മന്നത്ത് പത്മനാഭനെ വളരെ ഉയർന്ന രീതിയിൽ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കേരളത്തിൽ തലയ്ക്ക് വെളിവുള്ള എല്ലാവരും, ജാതി നോക്കാതെ തന്നെ. അദ്ദേഹം അതിനോട് എടുത്ത ത്യാഗം, ആ സംഘടന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം നടന്ന നടപ്പ്, അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗം സഹിച്ചു ചിന്തിക്കാം. അപ്പൊ ആ മനുഷ്യൻ കേവലം നായർ എന്ന രീതിയിലല്ല സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്. അതായത് ഇതൊരു ഹൈന്ദവമായ ഒരു മുന്നേറ്റമായി മാറണമെന്ന് തന്നെയായിരുന്നു. ഇത് ജാതി ചിന്തയ്ക്ക് പകരം നമുക്കൊരു സാമുദായിക ബോധമുണ്ടാവുകയും പൂർവികരുടെ ആ സിംഹവീര്യം വരും തലമുറയ്ക്കും ഉണ്ടാവണം, ഇതാണ് ചിന്തിച്ചത്. ഇപ്പൊ അത് മാറ്റി രാഷ്ട്രീയക്കാർ മാറ്റി പറയുന്നുണ്ട്. എങ്കിലും ആ സിംഹവീര്യം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭൂമിയെല്ലാം മറ്റുള്ളവർ കൊടുത്ത് രസിക്കുന്ന രാജാക്കന്മാരും. ഇപ്പോൾ 1957 സർക്കാർ വന്നു. ആദ്യം അവർ ചോക്ക് ഔട്ട് ചെയ്ത പ്ലാൻ എന്താണ്? ഭൂപരിഷ്കരണ നിയമമാണ്. ലാൻഡ് റിഫർമേഷൻ ആക്ട് ആണ്. 1963 ചോക്ക് ഔട്ട് ചെയ്തു, 64 ഇനാക്ട് ചെയ്തു. ആ 64 ലാൻഡ് റിഫർമേഷൻ ആക്ടിൽ നായന്മാരെയും നമ്പൂതിരിമാരെയും ഒക്കെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ നല്ല ഭൂമി ഉണ്ടായിരുന്ന ഇടവരെയൊക്കെ കണ്ടിരുന്നത് മുതലാളിമാരായിട്ടാണ്, ഫ്യൂഡൽ പ്രഭുക്കന്മാരായിട്ടാണ്. അങ്ങനെയാണ് സാധാരണക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്. എന്നിട്ട് ആ ഭൂമി കൊണ്ട് ആരെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്? സാമ്പത്തികമായും മറ്റു പിന്നാക്കം നിൽക്കുന്ന ആദിവാസികളെ, പറയരെ, ഹരിജനങ്ങളെ ഒക്കെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് എത്ര ആദിവാസികൾ ബെൻസ് കാറിൽ പോകുന്നുണ്ട്? എത്ര പറയന്മാര് വലിയ ഭൂസ്വത്തിനുടമകളായി ജീവിക്കുന്നുണ്ട്? ഇല്ല. എന്തുകൊണ്ടില്ല? ഇതൊരു തന്ത്രമായിരുന്നു. രാജാക്കന്മാർ പതിച്ചു കൊടുത്തതിന് പകരം ജനാധിപത്യ വ്യവസ്ഥ വന്നപ്പോൾ ഈ കുടില മതങ്ങൾ എന്ത് ചെയ്തു? എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ലാൻഡ് റിഫർമേഷൻ ആക്ട് കൊണ്ടുവന്നിട്ട് ഹിന്ദുവിന്റെ കയ്യിൽ മിച്ചം വന്ന ഭൂമി കൂടെ നിയമപരമായി തട്ടിയെടുത്തു. എങ്ങനെ തട്ടിയെടുത്തു? ആ വലിയ മുതലാളിമാരെല്ലാവരും കർഷക തൊഴിലാളികളായി അഭിനയിച്ചു. സിമ്പിൾ. നമുക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ജൂബയും ഷർട്ടും നൂരാൻ നമ്മൾ തയ്യാറല്ല, തൂമ്പ എടുക്കാൻ തയ്യാറല്ല. നമുക്ക് ഉള്ള അസുഖത്തിന്റെ പേര് വിയർപ്പിന്റെ അസുഖം എന്നാണ്.
പൂർവികർ കുലദേവത ഉപാസിച്ച് നേടിയ സമ്പത്തൊക്കെ ഉണ്ട് തീർത്തിരുന്നിട്ട് നമ്മൾ വിയർപ്പിന്റെ അസുഖം ബാധിച്ചവരായപ്പോൾ അവരെന്ത് ചെയ്തു? അവർ മുതലാളിമാരാണെന്ന കാര്യം മറച്ചു വെച്ചിട്ട് അവർ കർഷകരായി നടിച്ചു സർക്കാരിന് മുമ്പിൽ. അപ്പൊ ഈ ഭൂമി മുഴുവൻ ആർക്ക് പോയി? കർഷക തൊഴിലാളികൾ എന്ന പേരിൽ ക്രിസ്തീയ സഭയ്ക്കും പോയി, വടക്കൻ മലബാറിൽ മുസ്ലിം കർഷകർക്കും പോയി. പറയലും പൊലയലും ഒക്കെ പഴയ പോലെ തന്നെയാണ്. ആദിവാസികളാരും പറയും വേണ്ട. ആദിവാസികൾ നന്നായിരുന്നുവെങ്കിൽ മധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഒരു ചവിട്ടി കൊല്ലില്ലായിരുന്നല്ലോ. ഒരു 10 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഒരു പൊതി മല്ലിപ്പൊടി കയ്യിലെടുത്തതിന്റെ പേരിലാണ് അവനെ ചവിട്ടി കൊന്നത്. അത് കേരളത്തിലാണ്. എന്താ കാരണം? ഭൂപരിഷ്കരണത്തിന് 1000 ഏക്കർ കൊടുത്തവരോ പിന്മുറക്കാരനാണോ? ഭൂപരിഷ്കരണം ഹിന്ദുക്കളുടെ മേലുള്ള വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു, ചതിയായിരുന്നു. രാജാക്കന്മാർ മന്ത്രിമാരായിരുന്നു മാത്രം. പേരിൽ മന്ത്രിമാരാണ് അവർ. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മറ്റേ മന്ത്രി എന്നൊക്കെ പറഞ്ഞാലും പഴയ രാജാക്കന്മാരുടെ നയമാണ്. നമുക്കൊന്നും തരില്ല, നമുക്കൊന്നും തരില്ല. നേരത്തെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു, ക്ഷേത്രത്തിലെ സ്വത്ത്, ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലെ സ്വത്ത് മാത്രം ഹിന്ദുവിന് കിട്ടിയ, മൊത്തം കിട്ടണ്ട, ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലെ സ്വത്തിന്റെ 30% ഹിന്ദുവിന് കിട്ടിയാൽ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകൾ, ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഏറ്റവും നല്ല സ്കൂളുകൾ, ഏറ്റവും നല്ല അഗതി മന്ദിരങ്ങൾ, അനാഥാശ്രമങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്ന് വേണ്ട ലോകത്തെ ഏറ്റവും സമ്പന്നമായ സമുദായമായി തീരേണ്ടുന്ന ഹിന്ദു ഇന്ന് നല്ല അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ക്രിസ്ത്യാനിയുടെ സ്കൂളിന് മുമ്പിൽ നിന്ന് സ്വന്തം അച്ഛനെ കൂടാതെ ഏതോ ഒരുത്തനെയും അച്ഛനെ വിളിക്കുകയാണ്. സ്വന്തം അച്ഛനുണ്ട് വീട്ടില്, അല്ല അവിടെ പോയിട്ട് അച്ഛോന്ന് വിളിച്ച് നിൽക്കുകയാണ്. അമ്മയ്ക്കല്ലേ നടക്കണം, അത് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെയായി? കണ്ണായ സ്ഥലത്ത് ഏറ്റവും നല്ല സൗകര്യത്തോടുകൂടി സബ്സിഡൈസ്ഡ് ഭൂമിയും സൗകര്യങ്ങളും സർക്കാരുകൾ കൊടുക്കുന്നത് ഇവർക്ക് മാത്രമാണ്. അങ്ങനെ വരുമ്പോ ഹിന്ദു പാപരാവാതിരിക്കുമോ? അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ തിരിച്ചുപോക്ക് സാധ്യമാവുക? നാം നമ്മുടെ സംവിധാനങ്ങളെ സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയമായിട്ടല്ല സ്വീകരിക്കേണ്ടത്. വോട്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, BJP എന്നിങ്ങനെ അല്ല വോട്ട് ചെയ്യേണ്ടത്. വോട്ട് ചെയ്യേണ്ടത് നാം കൊടുക്കുന്ന പ്രകടന പത്രിക അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടാവണം. ഇതാണ് ക്രിസ്ത്യാനി ചെയ്യുന്നത്, മുസ്ലിമും. അവർ പറയും ഈ വർഷം വരുമ്പോ ഇത്ര ഹജ്ജ് സബ്സിഡി തരണം, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് മദ്രസകൾ വേണം, മദ്രസ അധ്യാപകർ ഇത്ര പെൻഷൻ വേണം. ഇപ്പൊ മഹാരാഷ്ട്രയിൽ വലിയ സർക്കാർ രൂപീകരിച്ച എങ്ങനെയാ? ഇപ്പോൾ ഉള്ളതിന്റെ 3 ഇരട്ടി മദ്രസയ്ക്ക് പെൻഷനും മദ്രസ അധ്യാപക പെൻഷനും മദ്രസയ്ക്ക് സൗകര്യങ്ങളും കൊടുത്തു വാഗ്ദാനം ചെയ്തിട്ടാണ് ഇത്തവണ അവിടെ ജയിച്ചത്. അപ്പോ ഇത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകളായിട്ട് മാറാൻ ഹിന്ദുക്കൾക്ക് പറ്റിയാൽ മാത്രമേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നമുക്ക് അനുകൂലമായിട്ട് വിധി പുറപ്പെടുവിക്കുകയുള്ളൂ, സംശയം വേണ്ട. അപ്പൊ അത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പായി NSS മാറാൻ കഴിയണം, SNDPക്ക് മാറാൻ കഴിയണം. SNDP പിന്നെ എനിക്ക് തോന്നുന്നത് വലിയൊരു ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത്. അതായത് BJP കേന്ദ്രത്തിലുള്ളപ്പോൾ അവരുടെ ഒരാള് BJPയുടെ കൂടെ നിൽക്കുകയും മറ്റൊരാൾ CPM-ന് വേണ്ടി പറയുകയും ചെയ്യണം. അപ്പൊ ഇത് രാഷ്ട്രീയം കളിയാണ്. ഞാൻ അതല്ല പറഞ്ഞത്. ഹിന്ദു എന്ന ഒറ്റ കോൺസെപ്റ്റ്, ഒരു വലിയ ബോഡി, അതിനു വേണ്ടി എന്ത് ചെയ്യണം? നായരോ നമ്പൂതിരി, നായരോ ഈഴവനോ തിരിച്ചിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നഷ്ടപ്പെട്ട ഭൂമികൾ, ക്ഷേത്ര ഭൂമികൾ തിരിച്ചു പിടിക്കണം. മാത്രമല്ല ക്ഷേത്ര സ്വത്തിന്റെ 30% ഹിന്ദു ക്ഷേമ ബോർഡ് ഉണ്ടാക്കിയിട്ട്, അത് സെൻട്രൽ ഗവൺമെന്റ് മുതൽ ചെയ്യണം. ഒരു ഹിന്ദു വെൽഫെയർ ബോർഡ് ഉണ്ടാക്കിയിട്ട്, ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഹിന്ദു വെൽഫെയർ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ ഹിന്ദു കുടുംബവും പട്ടിണി കിടക്കാൻ പാടില്ല, ഒരൊറ്റ ഹിന്ദു കുടുംബവും ചികിത്സയ്ക്ക് അലയേണ്ടി വരരുത്, ഒരൊറ്റ ഹിന്ദു കുട്ടിക്കും നല്ല വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത്. ഇത്തരത്തിൽ പ്ലാൻ ഉണ്ടാക്കി പ്രഷർ ഗ്രൂപ്പുകൾക്ക്, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് തിട്ടൂരം കൊടുക്കാൻ പറ്റണം. അത് പറ്റാത്തിടത്തോളം എല്ലാ സംഘടനകളും പാഴാണ്. യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ NSS-നോട് ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം ശ്ലാഘിക്കാൻ കാരണം? ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പ്രധാനപ്പെട്ട ജാതി ചിന്തിക്കാതെ ഏവരെയും ഒന്നായി കാണുന്ന അയ്യപ്പന് വേണ്ടി ലീഗൽ സഹായം നടത്തിയത് NSS ആണ്. എത്ര മറ്റ് സംഘടനകൾ അത് ചിന്തിച്ചില്ല. അപ്പൊ എല്ലാവർക്കും ഈ കൂട്ടുത്തരവാദിത്വം ഉണ്ടാവണം. മൺട്രോ സാഹിബിന്റെ കഥ പറയാൻ കാരണം, മൺട്രോ സാഹിബ് ഇവിടെ പഠിച്ചിട്ട് ആദ്യം മനസ്സിലാക്കിയത് ഹിന്ദുവിന്റെ ശക്തി 2ആണ്. ഒന്ന്, ക്ഷേത്രത്തിൽ അവൻ ദേവന് കൊടുക്കുന്ന പണം, അത് ഹിന്ദുവിന്റെ ഇക്കണോമിക് ബാക്ക് ബോൺ ആണ്, സാമ്പത്തിക നട്ടെല്ലാണ്, അത് ഒടിക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഈ മൺട്രോ സാഹിബാണ് ആദ്യം ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. എന്തിനു വേണ്ടി? ഹിന്ദുവിന്റെ സ്വത്ത് ഒരിക്കലും ഹിന്ദുവിന് അനുഭവപ്പെടരുത്. ഇപ്പൊ റോഡിൽ തെണ്ടി നടക്കുന്ന, ഭിക്ഷ എടുത്ത് നടക്കുന്ന ഒരുത്തൻ ഹിന്ദു ആയിരിക്കും. അവൻ എന്തുകൊണ്ട് ഭിക്ഷ എടുക്കുന്നു? മറ്റു കാറിൽ പോകുന്ന ഹിന്ദുവിന് അവനോട് ഇവനും എന്റെ മതക്കാരനാണ്, ജാതിക്കാരൻ ചിന്തയില്ലാത്തതുകൊണ്ടല്ലേ. അത്തരത്തിൽ തെണ്ടികളെ സൃഷ്ടിക്കുന്ന സർക്കാരുകൾ, രാജാക്കന്മാർ ഉണ്ടായിരുന്നു നമുക്ക്.
അവിടെ സമർത്ഥമായിട്ട് മിഷണറിമാര് കരുക്കൾ നീക്കി ഭൂസ്വത്ത് മുഴുവൻ അവരുടേതാക്കി തീർത്തു. നമുക്കിനി ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഈ പോയ ഭൂമി തിരിച്ചു കിട്ടുമോ? ചിന്തിക്കേണ്ട. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള ഭൂമി ചിന്തയില്ലാതെ വിൽക്കാതിരിക്കുക, മതിൽ കെട്ടി സംരക്ഷിക്കുക, കേസുകൾ നോക്കുക, പൂർവാധാരങ്ങൾ നോക്കുക. തറവാട് വരെ കയ്യേറി പോയിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട്ടിലൊരു കുടുംബാനോട് പറഞ്ഞു, അവരുടെ വലിയൊരു ഭൂമി 6 ഏക്കർ ഭൂമിയുടെ ഒരു അതിര് ഇങ്ങനെ കയറി ക്രിസ്ത്യാനി ഏതാണ്ട് 1 ഏക്കർ കയ്യേറി കഴിഞ്ഞു. എന്താ കാര്യം? ഇവർ ബാംഗ്ലൂർ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് നോക്കാൻ സമയമില്ല, ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മൂർ ബംഗളൂരു ചത്താൽ അവിടുത്തെ ആൾക്കാരൊക്കെ അറിയിക്കേണ്ടി വരില്ലേ? കേരളത്തിലെ തറവാടൊരു പ്രധാനപ്പെട്ട കാര്യമില്ലേ? ഇപ്പൊ തറവാട് ഒരു വശത്ത് ഇങ്ങനെ കയ്യേറി ക്രിസ്ത്യാനി വരികയാണെന്നാ പറഞ്ഞത്. ഇപ്പൊ കേസ് നടത്തുമ്പോ നമ്മൾ കേസിന് അങ്ങോട്ട് കാശ് ചിലവാക്കണം, ഇവരെ ഒഴിപ്പിക്കാൻ നടക്കില്ല മിക്കവാറും. കാരണം കേരളത്തിലെ ബ്യൂറോക്രസി മുഴുവൻ തന്നെ PSC വഴി ഇത്തരം സമുദായക്കാരാണ്. ഒരു SIയുടെ പേര് നോക്കാം, ഒരു CAയുടെ പേര് നോക്കുക, എല്ലാം. ഹിന്ദുവിന്റെ പേരുള്ളവനാണെങ്കിലോ അവൻ ഭയങ്കര മതേതരവാദിയായിരിക്കും, വീട്ടിൽ 5 സ്റ്റാർ നോക്കുന്നവനായിരിക്കും. ഒന്നല്ല. അപ്പൊ ഹിന്ദു എന്നത് വെറും നെയിംസേക്കായി മാറി. സാംസ്കാരികമായ നമ്മുടെ വേരുകളോട് യാതൊരു ബന്ധവുമില്ലാത്ത, കുലദേവരെ ഉപാസിക്കാത്ത, സ്വസമുദായത്തെ കാക്കിച്ചു തൂക്കുന്നവനായിരിക്കും ഹിന്ദു പേരിൽ വരുന്നത്. അപ്പൊ പേരോട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. മൺറോ ആദ്യം ചെയ്തത് നമ്മുടെ ബാക്ക് ബോൺ നട്ടലൊടുക്കിയില്ല. എന്താണ്? സാമ്പത്തികം. അത് എവിടെ ഉണ്ടായിരുന്നു? ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളെ ഭരിക്കാൻ വേണ്ടി വേറൊരു ബോർഡ് കൊണ്ടുവന്നു. രണ്ടാമത്തെ ശക്തി എന്തായിരുന്നു? കായിക ശക്തി. എല്ലാ കുടുംബങ്ങളും കളരിക്ക് പോയിരുന്നു. കുടുംബത്തിൽ ഒരാളെങ്കിലും കളരി അഭ്യസിച്ചിരുന്നു. പണ്ട് കുഴിക്കളരിയിൽ പോവാത്തവരില്ല. അത് തീയന്മാരായാലും നായന്മാരായാലും ഏത് ജാതിക്കാരാണെങ്കിലും കളരി പ്രസക്തമായ ഒരു കാര്യമായിരുന്നു. നാടൊട്ടും കളരി ഉണ്ടായിരുന്നു. ആ കളരികളുടെ മേലെ നിയന്ത്രണം കൊണ്ടുവന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ലഹള ഉണ്ടാക്കാനാണ് ഇത് വർത്തിക്കുന്നത് പറഞ്ഞിട്ട് ഇതിനെ മുഴുവൻ ഒറ്റയടിക്ക് നിരോധിച്ചു കളഞ്ഞു. ഇപ്പോഴും നിങ്ങൾ കളരി തുടങ്ങിയാൽ എല്ലാ വർഷവും 2 തവണ ഈ KYC കാണിക്കുന്നത് പോലെ അതത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എത്ര വാളുണ്ട്, എത്ര ചുരുകിയുണ്ടൊക്കെ കാണിക്കണം. തമാശയല്ല പറയുന്നത്. അതായത് ഹിന്ദുവിന്റെ 2 ശക്തിയായ സാമ്പത്തിക കായിക ശക്തികളെ മുഴുവൻ അന്നേ മിഷണറിമാരുടെ കയ്യാളുകളായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈയടക്കി വെച്ചു. ഇന്ന് രാഷ്ട്രീയക്കാരൻ അമ്പലം ഭരിക്കുന്നു. ഏകാദശി വേണ്ടെന്ന് വിചാരിക്കുന്നു. ഏകാദശി ഉത്സവം വേണ്ടെന്ന് വിചാരിക്കുന്ന ആരാണ്? തന്ത്രി മാത്രമല്ല, തന്ത്രിയെ പ്രഷറൈസ് ചെയ്യാണ് രാഷ്ട്രീയക്കാരൻ. ഇത് മാറണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിയമം മൂലം, അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, നിയമം മൂലം എന്റെ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ അർപ്പിക്കുന്ന പണത്തിന് എനിക്ക് അവകാശമുണ്ട്. എന്റെ സമുദായത്തിൽ ഒരു വ്യക്തി പട്ടിണി കിടക്കാൻ പാടില്ല, ജോലിയില്ലാതെ അലയാൻ പാടില്ല, കുടുംബ ഛിദ്രത വരാൻ പാടില്ല. അതൊന്നും 30% of the income that comes to the temple should go back to the community. അതായത് എന്റെ സമുദായത്തിന് കിട്ടുന്ന പണത്തിന്റെ 30%, എല്ലാ ക്ഷേത്രത്തിന്റെയും 30% ആ ക്ഷേത്രം ഭരിക്കുന്ന നാടിന്റെ ഹിന്ദുക്കൾക്കുള്ള ക്ഷേമ ബോർഡ് രൂപീകരിക്കണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് ഇവർക്ക് സമയമായോ? അപ്പൊ ഇതെന്തിനാ ആദ്യം പറഞ്ഞു വെച്ചാൽ, ഇവര് സമുദായ നേതാക്കന്മാരാണ്. ഇവർ ഗീത കേട്ടോണ്ട് പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല. ഗീത വീട്ടിൽ പോയി വായിച്ചാലും മതി. പക്ഷെ ഇവർ ഇത് അറിഞ്ഞിട്ട് ഈ രീതിയിൽ ഒരു പ്രഷർ ഗ്രൂപ്പായി മാറാൻ അവർക്ക് പറ്റിയാൽ നമ്മളിൽ ഒരാളും പട്ടിണി കിടക്കില്ല. അഡ്മിഷന് വേണ്ടി സ്വന്തം അച്ഛനെ കൂടാതെ വല്ലവനെ അച്ഛനെ വിളിക്കേണ്ട ഗതികേടും നമുക്കുണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് ബാക്കി തുടരാം.